ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കോഴിക്കോട് കൊളത്തറ പള്ളിത്താഴത്ത് മണ്ണിടിഞ്ഞു വീണ് വീട് തകർന്നു. കുടുംബാംഗങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. മുതലപ്പൊഴിയിൽ അപകടങ്ങൾ തുടരുന്നു. 11 പേരുമായി മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞു. കടലിൽ വീണ എല്ലാവരെയും രക്ഷപ്പെടുത്തി. കോഴിക്കോട് വടകരയിൽ മീൻ പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ചേളാരി സ്വദേശി മുഹമ്മദ് ഷാഫി. കൂടെയുണ്ടായിരുന്നവർ കയർ നൽകി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും മുങ്ങിപ്പോവുകയായിരുന്നു. തിരുവനന്തപുരം വെങ്ങാനൂരിൽ കാറിനുള്ളിൽ കുടുങ്ങിയ കുട്ടിയെ രക്ഷപ്പെടുത്തി. വാഹനം ലോക്കായത് കുട്ടി കാറിനുള്ളിൽ താക്കോലുമായി കയറിയപ്പോൾ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത്. തൃശൂരിൽ കൃഷ്ണനാട്ടം കച്ചകെട്ട് അഭ്യാസത്തിന് തുടക്കം. 41 ദിവസം നീണ്ടു നിൽക്കുന്ന കച്ചകെട്ട് അഭ്യാസത്തിൽ രാത്രി 8 മണി വരെയാണ് പരിശീലനം. കൊല്ലം ശൂരനാട് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് ബൈക്ക് യാത്രക്കാരനായ ജോസഫ് ചാക്കോ. നിയന്ത്രണം വിട്ട കാർ എതിർദിശയിൽ വന്ന ബൈക്കിലിടിച്ചായിരുന്നു അപകടം. നെയ്യാറ്റിൻകരയിൽ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫിനാൻസ് സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായത് നെടുമങ്ങാട് വെടിവെച്ചാൻകോവിൽ സ്വദേശി രമേശ്. തട്ടിയെടുത്തത് 1,45,000 രൂപ. തൃശൂർ പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്രാജുലാസിയോ പരിപാടി സംഘടിപ്പിച്ചു. സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് പഴുവിൽ ഫൊറോന വികാരി ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. കൊല്ലം പള്ളിക്കൽ മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. പരിപാടിയിൽ വിവിധ പരീക്ഷകളിലായി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ആന്റണി MP പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ പിറവന്തൂർ പഞ്ചായത്ത് തല പാലിയേറ്റീവ് കെയർ വിംഗ് പ്രവർത്തനത്തിന് തുടക്കം. ജ്യോതിഷ ഗവേഷകൻ ഹരി പത്തനാപുരം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. സ്വർണ്ണാഭരണവും പണവും കവർന്നു. വീട്ടുകാർ സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു മോഷണം. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ കോളേജ് പരിസരത്ത് നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. അസ്മാബി കോളേജ് പരിസരത്ത് നിന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V ബാലസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയത് 37 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി.